ആദ്യം നമ്മൾ പോകുന്നത് സന്ദീപ് രാജാക്കാടിലേക്കാണ്. സന്ദീപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. കാര്യമായ രീതിയിലുള്ള ദുരിതങ്ങളും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ നിലവിലെ മഴയുടെ സാഹചര്യം? എന്തൊക്കെയാണ് അപകടങ്ങളുടെ വിവരങ്ങൾ? പിന്നിൽ ഇടുക്കി ജില്ലയിൽ മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം കുറവ് മഴയ്ക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ ഇടവിട്ട് മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കട്ടപ്പന, നെടുങ്കണ്ടം, രാജാക്കാട്, മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഇടവിട്ട് മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. രാജാക്കാട് മേഖലയിൽ കാറ്റും ശക്തമായി തന്നെ വീഴുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് താളങ്കണ്ടം സ്വദേശിയായിട്ടുള്ള സനീഷ ആദിവാസി കൂടിയായിട്ടുള്ള യുവാവ് മരണപ്പെട്ടിരിക്കുന്നത്. കാൽവഴുതി പുഴയിലേക്ക് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇവർക്ക് കുടിയിലേക്ക് പോകുവാനുള്ള ഒരു ഒറ്റയടി പാത മാത്രമാണ്. വളരെ അപകടകരമായിട്ടുള്ള ഈ പാതയിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ രാത്രിയിൽ സ്ഥലത്തേക്ക് കൃഷിയിടത്തിലേക്ക് കയറി പോകുന്ന സാഹചര്യത്തിൽ കാൽവഴുതി താഴെ വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. തുടർന്ന് ആളുകൾ തന്നെ, കുടിനിവാസികൾ തന്നെ ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയും ഒപ്പം തന്നെ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. അത്തരത്തിൽ ഒരു മരണം, ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ, നെടുങ്കണ്ടത്ത് 2 ഇടങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു, ഒന്ന് കൽക്കെട്ട് സംരക്ഷണ ഭിത്തി തകർന്നും അങ്ങനെ 2 വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കല്ലാറിന് സമീപത്താണുള്ളത്. മറ്റ് മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ വൈദ്യുത ബന്ധമൊക്കെ തകരാറിലായിരുന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് രാത്രികാല യാത്രാ നിരോധനം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പൂർണ്ണമായ നിരോധനവും ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 3 അണക്കെട്ടുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, മഴ ശക്തമായി തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നേരിയ തോതിലെങ്കിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തോടുകളിലും പുഴകളിലും ശക്തമായ നീരൊഴുക്ക് തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളത്. 50% താഴെയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പുള്ളത്. എന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകൾ എന്ന് സൂചിപ്പിക്കുന്നത് പൊന്മുടി, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ അടക്കമുള്ള അണക്കെട്ടുകളിലേക്ക് ജലനിരപ്പ് വളരെ വേഗത്തിൽ ഉയരാൻ, മഴ ശക്തമായി തുടർന്നാൽ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായിരുന്നാലും 3 അണക്കെട്ടുകൾ, കല്ലാർകുട്ടി, പാംപ്ല, ലോവർ പെരിയാർ 3 അണക്കെട്ടുകൾ വ്യക്തമാണ്. സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.